നെയ്യാറ്റിൻകര കാരോടിൽ ജപ്തി നടപടിയുടെ പേരിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ വീടിന് പുറത്താക്കി വീട് സീൽ ചെയ്ത് ബാങ്ക് അധികൃതർ. സാവകാശം ചോദിച്ചിട്ടും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതായി കുടുംബം പരാതിപ്പെട്ടു. വീടിന്റെ വരാന്തയിലാണ് ഇന്നലെ കുടുംബം കഴിഞ്ഞത്. രണ്ട് നോട്ടീസ് വന്നാണ് സാറേ. പക്ഷെ അത് എന്താണെന്നുള്ളത് നമുക്ക് വിവരം വിദ്യാഭ്യാസമൊന്നുമില്ല. സ്ഥലം കൂലിപ്പണിക്കാരാണ്. പക്ഷെ പണി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ 8 മണിക്കുള്ള പണിക്കാണ് പോണത്. 5 മണി കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തുമ്പോൾ ആ സമയത്ത് വന്നപ്പോഴേ എൻ്റെ ഭാര്യയും മക്കളും പുറത്താണ്. ആഹാരം കഴിക്കേണ്ട സാധനം പോലും അവരെടുക്കാൻ സമ്മതിച്ചിട്ടില്ല. അവര് ബലാത്കാരമായിട്ട് കയറി. ഒരു വക്കീലുണ്ടെന്ന് പറഞ്ഞു, സ്ത്രീ ആണെന്ന് പറയണമെന്ന് എനിക്കറിയുന്നു. എൻ്റെ ഭാര്യയാണ് പറഞ്ഞത്. എനിക്കറിഞ്ഞോണ്ട് അവരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ 2 കുട്ടികളെ മുഖം പോലും നോക്കാതെ, അല്ല അവര് സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പായിട്ട് ഇവരെ പിടിച്ച് ഇങ്ങനെ ഒരു ഇത് വരുത്തിയത് എന്താണെന്ന കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം പൈസ അടയ്ക്കും എന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് എനിക്കുള്ളത്. പക്ഷെ പൈസ എടുത്ത് നമ്മൾ എന്തായാലും അടച്ചു തന്നെ ആവണം. പക്ഷെ ഇവരെ ഇങ്ങനെ ഒരു രീതി ചെയ്യുന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. വീട്ടിലൊരു സ്ത്രീ മാത്രം ഉള്ളപ്പോഴേ ബലകരമായിട്ട് ഇങ്ങനെ ഇറക്കി വിടുന്നത് എന്തിനാണ് നിയമം എന്നുള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. 4 സെന്റ് ഭൂമി ഈടുവെച്ചെടുത്ത ലോൺ മുടങ്ങിയതോടെയാണ് ബാങ്ക് അധികൃതർ വീട് സീൽ വെച്ച് കുടുംബത്തെ പുറത്താക്കിയത്. ഇന്നലെ വൈകിട്ടോടെ പ്രൈവറ്റ് ബാങ്കായ ഇസാഫിന്റെ ജീവനക്കാർ സർഫാസി നിയമപ്രകാരം കുടുംബത്തെ പുറത്താക്കുകയായിരുന്നു. നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള പാൽരാജനാണ് എന്നെ വിളിച്ചു പറയണത്. എൻ്റെ അനിയൻ്റെ വീട്ടിലെ ഇസാഫുകാർ വന്ന് ബലാത്കാരമായിട്ട് ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെയാണ് വീട്ടിൽ വന്ന്. ആ അനിയൻ്റെ വൈഫ് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു ഇസാഫുകാർ വന്ന് വലിച്ചിറക്കി പുറത്താക്കിയിട്ട് വീട് സീൽ ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായത്. പൈശാചികമായിട്ട് ഇസാഫുകാർ കറണ്ടിനെ വരെ വലിച്ചു വരുന്ന അവസ്ഥ ഉണ്ടായിരിക്കുകയാണ്.